ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഔഷധ സസ്യമായിട്ടുള്ള കരിങ്കുറിഞ്ഞി ഇല കൊണ്ടുള്ള പുട്ടാണിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഇതാണ് കരിങ്കുറിഞ്ഞിയുടെ ചെടി. ഇതിൽ നിന്ന് കുറച്ച് ഇല ഞാനിപ്പോൾ പറിച്ചെടുക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മളിന്ന് പുട്ട് തയ്യാറാക്കുന്നത്. ഇതിന് നിരവധി ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് കരിങ്കുറിഞ്ഞി. പ്രധാനമായിട്ടും കരിങ്കുറിഞ്ഞി ഉപയോഗിക്കുന്നത് വാതരോഗങ്ങൾ മാറ്റുവാനും പല്ലുവേദന കുറയ്ക്കാനും ശരീരത്തിലെ നീർക്കെട്ട് കുറയ്ക്കാനും അതുപോലെ തന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതിനാൽ പ്രമേഹ രോഗികൾക്ക് ഇത് നല്ലതാണ്. സംസ്കൃതത്തിൽ ഇതിന് പറയുന്ന പേര് സഹജര എന്നാണ്. കർക്കിടക കഞ്ഞിയിലെ ഒരു പ്രധാന ഘടകം കൂടിയാണ് കരിങ്കുറിഞ്ഞി. അപ്പോൾ നമുക്ക് നോക്കാം കരിങ്കുറിഞ്ഞി ഇല കൊണ്ട് പുട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന്. ആദ്യം തന്നെ നമുക്ക് ഇലയെല്ലാം നന്നായിട്ടൊന്ന് നോക്കി വൃത്തിയാക്കി കഴുകിയെടുക്കാം. എടുത്തതിന് ശേഷം വെള്ളമെല്ലാം പോകാനായിട്ട് വാല വെക്കാം. എന്നിട്ട് നമുക്ക് ആ ഇലയുടെ നടുവിലുള്ള ഞരമ്പ് കളഞ്ഞ് ആ ഒരു നാര് പോലുള്ള നടുവിലെ പോർഷൻ ഉണ്ടല്ലോ അത് കളഞ്ഞ് വേണം രണ്ട് സൈഡിലെയും ഇലയെടുക്കാൻ. ആ ഒരു തണ്ട് നാര് നമ്മളെടുക്കാറില്ല. രണ്ട് സൈഡും ഇങ്ങനെ കീറിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള അരിപ്പൊടിയും കൂടി വറുത്ത പച്ചരിപ്പൊടിയുണ്ടല്ലോ അതും കൂടി ചേർത്ത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ആ ഇല അരിപ്പൊടിയോടൊപ്പം നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുന്നതായിരിക്കും. കണ്ടോ, ഇങ്ങനെ നമ്മൾ എല്ലാ ഇലയും നടുവിലെ ഞരമ്പെന്നാണ് പറയുന്നത്, നടുവിലെ ഞരമ്പ് കളഞ്ഞ് എടുക്കുക. കണ്ടോ, നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് ആവശ്യത്തിന് തേങ്ങയും ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഞാൻ ആ പൊടിക്കുന്ന ടൈമിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടാണ് പൊടിച്ചത്. ഇനി തേങ്ങയും കുറച്ച് കൈവെള്ളവും കൂടി തളിച്ചതിന് ശേഷം ആ ഒരു നമ്മൾ സാധാരണ നോർമൽ പുട്ടിന് എങ്ങനെയാണ് നനച്ചെടുക്കുന്ന അതേ രീതിയിലൊന്ന് നമുക്ക് നനച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് പുട്ടുകുറ്റിയിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കരിങ്കുറിഞ്ഞിയിലെ പുട്ട് റെഡിയായിരിക്കുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.